എന്താണ് ഈ ജന്മം ഇവർ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ടതെന്നും കൂടി ഒന്ന് നോക്കാം. അത്തം നക്ഷത്രം കൈകൾ പ്രതീകമായതുകൊണ്ട് തന്നെ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടാണ്, കർമ്മയോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വിധിക്കപ്പെട്ടിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ജന്മത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുകയും അത് ചെയ്യാൻ ശ്രമിക്കാതെ വരികയും ചെയ്തവർക്ക് ഈ ജന്മത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഒരുപാട് നല്ല കാര്യങ്ങൾ, സുകൃതമുള്ള കാര്യങ്ങൾ, ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പൂർവ്വജന്മത്തിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ട് അത് ദുരുപയോഗം ചെയ്തവരാണെങ്കിൽ ഈ ജന്മം എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് അംഗീകാരം കിട്ടില്ല, മറ്റുള്ളവരുടെ ഒരു അംഗീകാരം ഉണ്ടാവില്ല. അപ്പോൾ അത് പ്രതീക്ഷിക്കാതിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു പ്രധാന ഡെപ്റ്റ് റിലീസിങ്ങിന്, അതായത് കർമ്മക്ഷയത്തിന് ഒരു 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 ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും കൂടിയാണ്. രണ്ടാമത് രോഗശാന്തിയുടെ നിയോഗങ്ങളാണ്. അത്തം നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരുടെ വിഷമത്തെ മനസ്സിലാക്കാനുള്ളൊരു കഴിവുള്ളവരാണ്. അത് രോഗമാവാം, മാനസിക ദോഷങ്ങളാവാം, മാനസിക സമ്മർദ്ദങ്ങളാവാം. അപ്പോൾ ഈ മറ്റുള്ളവരെ വേദനകൾ ശമിപ്പിക്കാൻ, മറ്റുള്ളവരെ സംരക്ഷിക്കാൻ, മറ്റുള്ളവരെ കേട്ടുകൊണ്ടിരിക്കാൻ, മക്കളെയാണെങ്കിലും ഒക്കെ ടേക്ക് കെയർ ചെയ്യാൻ ഒക്കെ കഴിവുള്ളവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ സുഖപ്പെടുത്താൻ കഴിവുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ഇതൊരു പ്രധാന ദൗത്യമായിട്ട് കാണുക എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, പലപ്പോഴും ഇവരുടെ ജീവിതം പരാജയപ്പെട്ടു പോകുന്നത് റിലേഷൻഷിപ്പിലൊക്കെ വരുമ്പോഴത്തേക്ക് സ്നേഹം എല്ലാവർക്കും കൊടുക്കാൻ ശ്രമിച്ച് മറ്റുള്ളവരുടെ വിഷമങ്ങളെ കേൾക്കുകയും എല്ലാവരെയും അങ്ങ് സ്നേഹിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന ദുരനുഭവങ്ങളും കൂടെ വാങ്ങി വെക്കാൻ ബാധ്യസ്ഥരാണെന്നും കൂടിയുള്ളത് ഓർത്തുകൊള്ളുക. ആറ്റിക്കളഞ്ഞാലും അളന്നേ കളയാവുള്ളൂ എന്ന് പറയും. അത് ശാരീരികമോ മാനസികമായിട്ടോ ഒരാളെ ടേക്ക് കെയർ ചെയ്യുക, അല്ലെങ്കിൽ നോക്കുക, അല്ലെങ്കിൽ അതിപ്പം ആതുര സേവനങ്ങളാവാം, അല്ലെങ്കിൽ ഇപ്പം നേഴ്സോ ഡോക്ടറോ ഹീലിംഗ് എന്ത് വേണേലും ആവാം, അല്ലെങ്കിൽ കുടുംബജീവിതത്തിലോ റിലേഷൻഷിപ്പിലോ ഒക്കെ ആവാം. പക്ഷെ അതൊക്കെ വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യാൻ. ഇതൊന്നും ദുരുപയോഗം ചെയ്യരുത്. ദുരുപയോഗം ചെയ്താൽ മറ്റാരുടെയെങ്കിലും കൈ വീഴും. സൂക്ഷിക്കുക എന്നുള്ളതാണ്.